ദ ഫാമിലി മാൻ സീസൺ 1ൻ്റെ വലിയ വിജയത്തിന് ശേഷം അതിൻ്റെ സെക്കൻഡ് പാർട്ട് വന്നു. സെക്കൻഡ് പാർട്ടിൻ്റെ തുടക്കം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേയുള്ള നോർത്തേൺ ശ്രീലങ്ക കാണിച്ചുകൊണ്ടാണ്. തമിഴ് റിബൽ ലീഡർ ഭാസ്കരൻ കിൽഡ് എന്ന പത്രവാർത്ത ദീപൻ എന്നൊരാൾ വായിക്കുന്നു. ആ ന്യൂസ് പേപ്പറുമായി നേരെ ഭാസ്കരൻ, സുബ്ബു എന്നിവരുടെ അടുത്തേക്ക് പോകുന്നു. അവരെ കാണിച്ചു കൊടുക്കുന്നു. ഭാസ്കരൻ പറയുന്നു, ഇത് പഴയ പേപ്പറാണ്, ഇതുപോലെ എത്ര വട്ടം അവരെന്നെ കൊന്നു കഴിഞ്ഞുവെന്ന്. സുബ്ബു പറയുന്നു, അവർക്ക് ഞങ്ങളുടെ ലീഡർ ഭാസ്കരനെ തൊടാൻ പോലും സാധിക്കില്ലെന്ന്. സുബ്ബു ഒരു പെൺകുട്ടിയെ ലീഡറിന് സെക്യൂരിറ്റി ഗാർഡായി ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സ്വതന്ത്ര തമിഴ് നേഷൻ ഉണ്ടാക്കിയാണ് അവരുടെ ലക്ഷ്യം. പെട്ടെന്ന് ശ്രീലങ്കൻ ആർമി അവരെ ആക്രമിക്കുന്നു. ഭാസ്കരനും ദീപനും സുബ്ബുവും ഗാർഡായി ട്രെയിൻ ചെയ്ത പെൺകുട്ടിയും കൂടി രക്ഷപ്പെടുമ്പോൾ ആർമി പിറകെ വരുന്നു. ആ പെൺകുട്ടി ഒരു മനുഷ്യ ബോംബായി ആ ആർമിക്ക് മുന്നിലേക്ക് പോയി പൊട്ടിത്തെറിക്കുന്നു. പിന്നെ മുംബൈയാണ് കാണിക്കുന്നത്. ശ്രീകാന്ത് ഒരു IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. ലേറ്റായി വന്നതിന് ശ്രീകാന്തിനെ ബോസ് വഴക്ക് പറയുന്നു. അയാൾക്ക് പുതിയ IT ജോബുമായി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ന്യൂഡൽഹിയിൽ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ മിസ് ബസു ശ്രീലങ്കൻ പ്രൈം മിനിസ്റ്റർ രൂപതുംഗയുമായി ഫോണിൽ സംസാരിക്കുന്നു. നോർത്ത് ശ്രീലങ്കൻ പോർട്ട് ചൈനയ്ക്ക് കൊടുത്തത് ശരിയായില്ല. ഇന്ത്യൻ ഓഷനിൽ ചൈനീസ് ആധിപത്യം വരുന്നത് ഞങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങളുടെ തമിഴ് റിബൽ ലീഡർ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചപ്പോൾ ഞങ്ങളല്ലേ ഹെൽപ്പ് ചെയ്തത് എന്ന് ചോദിക്കുന്നു. അപ്പോൾ ശ്രീലങ്കൻ PM പറയുന്നു, ഞങ്ങളൊരു ചെറിയ ഡെവലപ്പിംഗ് കൺട്രിയാണ്, ഞങ്ങൾക്ക് ചൈനയെ പോലുള്ളവരുടെ ഹെൽപ്പ് കിട്ടിയാലേ വളരാനാവൂ എന്ന്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറയുന്നു, ഞങ്ങൾ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ നിങ്ങൾക്ക് ലോങ് ടേം ലോൺ തരാൻ തയ്യാറാണ്. ഒരു സീപോർട്ട് പണിത് നിങ്ങളുടെ ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്ത ശേഷം അത് ഹാൻഡ് ഓവർ ചെയ്യാനും തയ്യാറാണ്. അപ്പോൾ ശ്രീലങ്കൻ PM മിസ്റ്റർ രൂപതുംഗ പറയുന്നു, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന്. അത് കേൾക്കുമ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ബസു പറയുന്നു, നിങ്ങളുടെ മനസ്സിൽ മറ്റെന്തോ ഉണ്ട്, അതെന്താണെന്ന് പറയൂ എന്ന്. എനിക്കൊരു ചെറിയ സഹായം ആവശ്യമുണ്ട്. ഞങ്ങളുടെ രാജ്യത്തെ ഒരു പിടികിട്ടാപ്പുള്ളി ഇപ്പോൾ ഇന്ത്യയിലുണ്ട്. തമിഴ് റിബൽ ലീഡർ ഭാസ്കരൻ്റെ ബ്രദർ സുബ്ബു, സുബ്രഹ്മണ്യൻ പഴനിവേൽ, ഇപ്പോൾ ചെന്നൈയിൽ ഉണ്ട്. അപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ പറയുന്നു, നിങ്ങൾക്കറിയാമല്ലോ, ആ ഓർഗനൈസേഷൻ ഓൾറെഡി ഇന്ത്യയിൽ ബാൻ ചെയ്തു. ശ്രീലങ്കൻ PM പറയുന്നു, ഇവർ തമിഴർക്ക് വേണ്ടി ശ്രീലങ്കയിൽ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാ ഓപ്പറേഷൻസും ലണ്ടനിലിരുന്നാണ് ചെയ്യുന്നത്. മിസ്സസ് ബസു പറയുന്നു, സുബ്ബു ഇന്ത്യയിൽ ഒരു പിടികിട്ടാപ്പുള്ളിയല്ല. ഞങ്ങൾ ഇവിടെ അയാളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ അത് ഇവിടെ പ്രോബ്ലമാകും, പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ആലോചിച്ചിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. മിസ്സസ് ബസു അവരുടെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് മിസ്റ്റർ സബിത്തിനോട് കുൽക്കർണിയെ വിളിക്കാൻ പറയുന്നു. നെക്സ്റ്റ് സീനിൽ ശ്രീകാന്ത് ഒരു റെസ്റ്റോറൻറ്റിലിരിക്കുന്നു. JK അങ്ങോട്ട് വരുന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം കാണുകയായിരുന്നു അവർ. ശ്രീകാന്ത് പറയുന്നു, ഇന്ന് എൻ്റെ ചിലവാണ്, നിനക്കിഷ്ടമുള്ളതൊക്കെ ഓർഡർ ചെയ്തോ എന്ന്. ശ്രീകാന്ത് TASCയിലെ ജോബ് വിട്ട് IT കമ്പനിയിൽ ജോയിൻ ചെയ്തെങ്കിലും മനസ്സുകൊണ്ട് ഇപ്പോഴും TASCയിൽ തന്നെ ആകുമെന്ന് എനിക്കറിയാമെന്ന് JK പറയുന്നു. അപ്പോൾ ശ്രീകാന്ത് പറയുന്നു, അങ്ങനെയൊന്നുമില്ല, ഞാൻ വളരെ ഹാപ്പിയാണ്. ആളുകളുടെ ജീവിതത്തിലും മരണത്തിലും ഉത്തരവാദിത്വം എടുക്കാൻ എനിക്കൊട്ടും താല്പര്യമില്ല എന്ന് പറയുന്നു. ഓറിയൻ കെമിക്കൽസിൽ നമ്മൾ സമയത്തിനെത്തിയിരുന്നെങ്കിൽ എന്ന് ഇപ്പോഴും ചിന്തിക്കാറുണ്ട് എന്നും പറയുന്നു. JK പറയുന്നു, അത് നമ്മുടെ കുറ്റമല്ല, അതിന് സ്വയം കുറ്റപ്പെടുത്തേണ്ട കാര്യവുമില്ല. സുജി എന്ത് ചെയ്യുന്നു എന്ന് JK ചോദിക്കുന്നു. അവളെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ വീട്ടിൽ നേരത്തെ എത്തുന്നുണ്ട്, കുട്ടികളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്, എല്ലാത്തിനും അവരോടൊപ്പമുണ്ട്. എന്നിട്ടും സുജി ഒട്ടും ഹാപ്പിയല്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല, ഞാൻ ഫൈനാണെന്ന് പറയും. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. JK പറയുന്നു, ഒരു കാര്യം ചെയ്യ്, TASCയിലേക്ക് തിരിച്ചു വാ. ശ്രീകാന്ത് സ്കൂളിൽ പോയി അഥർവിനെ പിക്ക് ചെയ്യുമ്പോൾ പ്രിൻസിപ്പൽ സിസ്റ്റർ കാണുന്നു. അഥർവ് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണെന്ന് കംപ്ലൈൻറ്റ് പറയുന്നു. ട്യൂഷൻ കഴിഞ്ഞ് ധൃതി വീട്ടിൽ ലേറ്റായാണ് എത്തുന്നത്. ലേറ്റായത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഒരു ടെസ്റ്റ് ഉണ്ട്, അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയായിരുന്നു എന്ന് പറയുന്നു. ശ്രീകാന്ത് സുജിയോട് പറയുന്നു, നമുക്ക് സാറ്റർഡേ ഒരു മൂവിക്ക് പോകാമെന്ന്. അത് സാറ്റർഡേ ഡിസൈഡ് ചെയ്യാമെന്ന് സുജി പറയുന്നു. ധൃതിക്ക് പുതിയ ലാപ്ടോപ്പ് വേണമെന്നും പറയുന്നു. അഥർവ് ആൺകുട്ടിയായതുകൊണ്ട് അവന് മാത്രം എല്ലാം വാങ്ങിക്കൊടുക്കുന്നു. ഞാൻ പെൺകുട്ടിയായതുകൊണ്ട് എന്നോട് എപ്പോഴും എക്സ്ക്യൂസസ് പറയുന്നു. ഇതാണ് ഈ പാട്രിയാർക്കൽ സൊസൈറ്റിയുടെ പ്രോബ്ലം എന്ന് ധൃതി കുറ്റം പറയുന്നു. ശ്രീകാന്ത് ഡിന്നർ കഴിക്കാനിരിക്കുമ്പോൾ കുട്ടികളുടെ കയ്യിൽ നിന്നും ഫോണൊക്കെ വാങ്ങിവെച്ച് ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നു. ഫാമിലിയെ ഹാപ്പിയാക്കാൻ നോക്കുന്നു.
എന്നാൽ സുജി അപ്പോഴും ഹാപ്പിയല്ല. അവൾ എന്തൊക്കെയോ പറഞ്ഞ് ഒഴിയുന്നു. രാത്രി കിടക്കുമ്പോൾ സുജി ശ്രീകാന്തിനോട് പറയുന്നു, ഞാൻ കുറച്ച് നാളായി ഒരു കൗൺസിലിംഗ് അറ്റൻഡ് ചെയ്യുന്നു. ശ്രീയും എന്നോടൊപ്പം ഒരു ദിവസം വരണമെന്ന്. ശ്രീകാന്ത് ഇപ്പോഴും കെമിക്കൽ ഫാക്ടറിയിൽ നടന്ന പൊട്ടിത്തെറിയുടെ ദുരന്തത്തിൻ്റെ ഓർമ്മകളിൽ നിന്നും മാറിയിരുന്നില്ല. ആ കെമിക്കൽ ഫാക്ടറി ദുരന്തം ഒരു ടെററിസ്റ്റ് അറ്റാക്കായി അറിയിക്കാതെ കെമിക്കൽ ഫാക്ടറിയിലെ സിസ്റ്റം ഫെയിലിയർ എന്ന രീതിയിലാണ് ന്യൂസ് പോയിരുന്നത്. കുൽക്കർണിയും ശർമ്മയും ഇന്ത്യൻ PM മിസസ് ബസുവുമായി മീറ്റ് ചെയ്യുന്നു. തമിഴ് റിബൽ ലീഡർ ഭാസ്കരൻ്റെ ബ്രദർ സുബ്രഹ്മണ്യൻ ചെന്നൈയിൽ സ്റ്റേ ചെയ്യുന്നതിനെക്കുറിച്ച് പറയുന്നു. അയാളെ നമുക്ക് ശ്രീലങ്കൻ ഗവൺമെൻറ്റിന് കൈമാറണം. അങ്ങനെ ചെയ്താൽ തമിഴ് പീപ്പിൾ പ്രോബ്ലം ഉണ്ടാക്കും എന്ന് ശർമ്മ പറയുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ചൈന നമുക്ക് വലിയ പ്രോബ്ലം ആകുമെന്ന് PM പറയുന്നു. ചൈനയെ പോലുള്ള ഒരു ബിഗ് കൺട്രിയെ നേരിടുന്നതിലും ഈസി തമിഴ് റിബൽസിനെ നേരിടുന്നതാണ് എന്ന് PM പറയുന്നു. കെമിക്കൽ ഫാക്ടറിയിലെ അപകടത്തിൽ പരിക്കേറ്റ മിലിൻഡിനെ TASCയിൽ തിരിച്ച് ജോയിൻ ചെയ്യാൻ പറഞ്ഞ് JKയും ശ്രീകാന്തും ചെന്ന് കാണുന്നു. മിലിൻഡ് ഇപ്പോഴും ആ ഷോക്കിൽ നിന്നും റിക്കവർ ആയിരുന്നില്ല. അടുത്ത സീനിൽ ചെന്നൈയിൽ ഒരു തമിഴ് പൊളിറ്റീഷ്യൻ സുബ്രഹ്മണ്യൻ പഴനിവേലെ മീറ്റ് ചെയ്യുന്നു. അയാളെ TASCയിൽ നിന്നും വിട്ടതായിരുന്നു സുബ്ബു എവിടെ താമസിക്കുന്നു എന്ന് കൺഫേം ചെയ്യുന്നതിന്. സുബ്ബുവിൻ്റെ താമസ സ്ഥലം തിരിച്ചറിഞ്ഞ TASC ടീം മുംബൈയിൽ നിന്നും വരുന്നതിന് പ്ലാൻ ചെയ്യുന്നു. ഭാസ്കരൻ ലണ്ടനിലായിരുന്നു. അയാൾ സുബ്ബുവിനെ ഫോൺ ചെയ്ത് പോയ കാര്യമൊക്കെ ശരിയായോ എന്ന് ചോദിക്കുന്നു. ശരിയാവുന്നു, കുറച്ചു പേരെ കൂടി കണ്ട് ഫണ്ട് ശരിയാക്കിയിട്ട് നാളെ ലണ്ടനിലേക്ക് ഫ്ലൈറ്റ് കയറുമെന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. സുബ്ബുവിനെ പിടിക്കുന്നതിന് TASC ടീം എത്തുന്നു. അവർ അയാളെ പിടിക്കാൻ ചെല്ലുമ്പോൾ കുറച്ച് പോലീസ് ഓഫീസറിനെ വെടിവെച്ച് സുബ്ബു ഓടി രക്ഷപ്പെടുന്നു. ഒരു സ്ത്രീയും പുരുഷനുമുള്ള ഒരു റൂമിൽ കയറി അവരെ ബന്ദികളാക്കി അവിടെ ഒളിച്ചിരുന്ന് പോലീസിനോട് നെഗോഷിയേറ്റ് ചെയ്യുന്നു. മുംബൈയിൽ നിന്നും JK അങ്ങോട്ടേക്ക് എത്തുന്നു. ഇതൊക്കെ അറിഞ്ഞ് എങ്ങനെ മാനേജ് ചെയ്യുമെന്നറിയാതെ ഇരിക്കുമ്പോൾ ശ്രീകാന്ത് വിളിക്കുന്നു. കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. പിന്നെ പറയാമെന്ന് പറയുമ്പോൾ പ്ലീസ് ഇപ്പോൾ തന്നെ പറയാൻ പറഞ്ഞ് JKയെ കൊണ്ട് പറയിക്കുന്നു. ശ്രീകാന്തിൻ്റെ ഓഫീസിൽ അയാളുടെ സൂപ്പർവൈസർ വന്ന് ഓഫീസ് ടൈമിൽ കോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ ചോദ്യം ചെയ്യുന്നു. IT ഓഫീസിൽ AC റൂമിൽ ഇരിക്കാൻ പറഞ്ഞ് JK കോൾ കട്ട് ചെയ്യുന്നു. ശ്രീകാന്ത് തൻ്റെ IT ജോബ് ഒട്ടും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അയാൾ ആകെ അസ്വസ്ഥനായിരുന്നു. എങ്കിലും ശ്രീകാന്ത് വീണ്ടും JKയെ വിളിച്ച് ഒരു സൊല്യൂഷൻ പറയുന്നു. ശ്രീലങ്ക സിവിൽ വാർ നടന്നപ്പോൾ ഗവൺമെൻറ്റിനും ഭാസ്കരനും ഇടയിൽ മെസ്സഞ്ചർ ആയിരുന്നത് ചെല്ലം എന്നൊരു ഓഫീസറാണ്. ഇപ്പോൾ അദ്ദേഹം റിട്ടയറായി. എന്നാലും അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിച്ചാൽ സുബ്ബുവിനെ സറണ്ടർ ചെയ്യിക്കാമെന്ന് പറയുന്നു. JK ഇത് ശർമ്മയെ വിളിച്ചറിയിക്കുന്നു. ചെല്ലം സർ തമിഴ്നാട്ടിൽ ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയായിരുന്നു. ശ്രീകാന്ത് വിളിച്ച് സംസാരിക്കുമ്പോൾ ചെല്ലം ഭാസ്കരനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് സുബ്ബുവിനെ സറണ്ടർ ചെയ്യിക്കുന്നു. ശ്രീകാന്ത് ഈ കോളൊക്കെ ചെയ്യുമ്പോൾ ഓഫീസിൽ അയാളെ സൂപ്പർവൈസർ ഒബ്സർവ് ചെയ്യുകയും വാൺ ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. വീട്ടിൽ എത്തി TV വെക്കുന്ന ശ്രീകാന്ത് സുബ്ബു സറണ്ടർ ആയ ന്യൂസ് കേട്ട് സന്തോഷിക്കുന്നു. രാത്രി ട്യൂഷൻ കഴിഞ്ഞ് ധൃതി വരാൻ ലേറ്റ് ആവുന്നു. ധൃതി ഒരാൺകുട്ടിയോടൊപ്പം ഒരു ബൈക്കിൽ വന്നിറങ്ങുന്നത് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് 1 തീരുന്നു. ഒരു രാത്രിയിൽ ലണ്ടനിൽ സാജിദ്, മേജർ സമീർ എന്നിവർ അവിടെ താമസിക്കുന്ന ജനറൽ അൻസാരിയെ കാണാനെത്തുന്നു. ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കുകയായിരുന്നു അൻസാരി. അൻസാരിയുടെ ഗാർഡ്സ് ചെക്ക് ചെയ്തിട്ടാണ് സമീറിനെ അയാളുടെ അടുത്തേക്ക് വിടുന്നത്. അവർ തമ്മിൽ മിഷൻ സുൽഫിക്കർ പരാജയപ്പെട്ടതിനെക്കുറിച്ച്, പോലീസ് അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നു. സമീർ എണീറ്റ് പോകാൻ തുടങ്ങുമ്പോൾ അൻസാരിക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നു. സമീറിൻ്റെ കയ്യിലിട്ടിരുന്ന ഒരു മോതിരത്തിൽ വിഷം ഒളിപ്പിച്ചിരുന്നു. അത് കയ്യിലായി അൻസാരി മരിച്ചു വീഴുന്നു. ചെന്നൈയിലെ ഒരു നൂൽ നിർമ്മാണശാലയിൽ രാജി എന്നൊരു സ്ത്രീ ജോലി ചെയ്യുന്നു. അവളുടെ അടുത്തേക്ക് അവരുടെ സൂപ്പർവൈസർ നന്ദൻ വരുന്നു. ക്ലയൻറ്റിന് 2 ദിവസത്തിനുള്ളിൽ സാധനം കയറ്റിവിടാനുള്ളതാണ്, എല്ലാം റെഡിയല്ലേ എന്ന് ചോദിക്കുന്നു. രാജി അതേ എന്ന് പറയുന്നു. നന്ദൻ രാജിയെ വല്ലാത്ത രീതിയിൽ നോക്കുന്നുണ്ട്. എന്നിട്ട് അവളുടെ പിറകിൽ അവളോടടുത്ത് നിന്ന് പറയുന്നു, നീ ഏത് സോപ്പാണ് ഉപയോഗിക്കുന്നത്? നല്ല സ്മെല്ലുണ്ടെന്ന്. രാജി ഒന്നും മിണ്ടുന്നില്ല. മുടി പൊക്കി കെട്ടുമ്പോഴാണ് നിന്നെ കാണാൻ കൂടുതൽ സുന്ദരി എന്നും പറയുന്നുണ്ട്. അയാൾ പറയുന്നതിനൊന്നും അവൾ ഒന്നും പറയുന്നില്ല. ഒരു നിർവികാരതയോടെ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ജോലി കഴിഞ്ഞ് ബസ്സിൽ തിരിച്ചു വരുമ്പോൾ ഒരാൾ അവളോട് മിസ്ബിഹേവ് ചെയ്യുന്നുണ്ട്.
പിറകിൽ വന്ന് തൊട്ടുരുമി നിൽക്കുകയും ബാക്കിൽ കയറി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ അപ്പോഴും അവൾ അതേ നിർവികാരതയോടെ നിൽക്കുന്നു. സ്റ്റോപ്പ് എത്തിയപ്പോൾ ഇറങ്ങി വീട്ടിൽ വരുന്നു. ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ആരോടും ഒന്നും മിണ്ടുന്നു പോലുമില്ല. വളരെ യാന്ത്രികമായി അങ്ങനെ ജീവിച്ചു പോകുന്നു. മുംബൈയിൽ സുജിയും ശ്രീകാന്തും കൂടി കൗൺസിലിങ്ങിന് ഡോക്ടറെ കാണാൻ വന്നിരിക്കുന്നു. ഓരോരുത്തരും മറ്റേയാളുടെ 5 ഗുണങ്ങൾ പറയൂ, ആഴ്ചയിൽ എത്ര പ്രാവശ്യം സെക്സ് ചെയ്യാറുണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ കേട്ട് ദേഷ്യം വന്ന ശ്രീകാന്ത് ഇറങ്ങിപ്പോകുന്നു. ശ്രീകാന്തിൻ്റെ സ്വഭാവം കണ്ട് ദേഷ്യം വന്ന ഡോക്ടർ അവരോട് കൂടുതൽ പൈസ വാങ്ങുന്നു. ലണ്ടനിൽ സാജിദും സമീറും കൂടി ഇന്ത്യയിൽ വേറൊരു മിഷന് പ്ലാൻ ഇടുന്നു. സാജിദിന് ഇന്ത്യയിലേക്ക് തിരികെ പോരുന്നതിനുള്ള ടിക്കറ്റ്സ്, വിസ ഒക്കെ സമീർ കൊടുക്കുന്നു. ഇന്ത്യൻ PMൻ്റെ PA മിസ്റ്റർ സംബിത്തിനെ ലണ്ടനിൽ നിന്നും ദീപൻ എന്നൊരാൾ വിളിക്കുന്നു. ദീപൻ ശ്രീലങ്കയിൽ ഭാസ്കരനൊപ്പം ഉണ്ടായിരുന്ന ആളാണ്. സുബ്ബു നിങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് അറിയാം. അവനെ ഒരു പോറൽ പോലും ഏൽക്കാതെ തിരിച്ചു വിടണം, ദീപൻ പറയുന്നു. സംബിത്ത് പറയുന്നു, ഏറ്റുമുട്ടലിൽ സുബ്ബു ഞങ്ങളുടെ കുറച്ച് പോലീസുകാരെ കൊന്നു. ഇവിടുത്തെ നിയമമനുസരിച്ച് അങ്ങനെ ഒരാളെ വെറുതെ വിടാൻ സാധിക്കില്ല. അതിന് കുറച്ച് നിയമ നടപടികളൊക്കെയുണ്ട്. അത് കേട്ട് ദീപൻ പറയുന്നു, സുബ്ബുവിനെ ശ്രീലങ്കയ്ക്ക് കൈമാറാനാണ് പദ്ധതിയെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും ഭയങ്കരമാകുമെന്ന് ദീപൻ പറയുന്നു. ഭീഷണിപ്പെടുത്തുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല, കാര്യം പറഞ്ഞതാണെന്ന് പറയുന്നു. നിങ്ങളുടെ ഓർഗനൈസേഷൻ എന്നേക്കുമായി ബാൻ ചെയ്യാനുള്ള തീരുമാനം എടുപ്പിക്കരുതെന്ന് പറഞ്ഞ് സംബിത്ത് കോൾ കട്ട് ചെയ്യുന്നു. ലണ്ടനിൽ ഭാസ്കരനും ദീപനും കൂടി സുബ്ബുവിനെ ലണ്ടനിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതിനെപ്പറ്റി സംസാരിക്കുന്നു. ധൃതി സ്കൂൾ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ കല്യാൺ ബൈക്കിൽ അവളെ കാത്തു നിൽക്കുന്നു. ഞാൻ 1 മണിക്കൂറായി നിന്നെ ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നു. ധൃതി അവനെ കണ്ടതും ബൈക്കിന് പിറകിൽ കയറുന്നു. ധൃതിയുടെ ഫ്രണ്ട് മഹിമ അവളെ വിളിച്ച് ഇന്ന് കല്യാണിനൊപ്പം പോവുകയാണോ എന്ന് ചോദിക്കുന്നു. ധൃതി പറയുന്നു, അതെ, അമ്മ വിളിച്ചാൽ ഞാൻ നിൻ്റെ കൂടെ കമ്പൈൻ സ്റ്റഡിക്ക് വന്നിട്ടുണ്ട്, ഇപ്പോൾ ബാത്റൂമിലാണ് എന്ന് പറയൂ എന്ന് പറയുന്നു. കല്യാൺ എങ്ങോട്ടാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് പോലും ധൃതിക്ക് അറിയില്ലായിരുന്നു. അവർ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്ന ബിൽഡിങ്ങിലേക്കാണ് എത്തുന്നത്. ധൃതി ആദ്യമൊന്ന് സംശയിച്ചെങ്കിലും പിന്നെ കല്യാൺ വിളിക്കുമ്പോൾ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറി ചെല്ലുന്നു. ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കണ്ണടച്ച് കൊണ്ടുപോയി സൈഡിൽ വെച്ച് കണ്ണു തുറന്ന് ഇപ്പോൾ നിന്നെ തള്ളിയിടും എന്ന് പറഞ്ഞ് കളിപ്പിക്കും. അവർ തമ്മിൽ കിസ് ചെയ്യുന്നുണ്ട്. അപ്പോഴേക്കും സുജി വിളിക്കും. അമ്മ വിളിച്ചു എന്ന് പറഞ്ഞ് അവൾ വേഗം തിരിച്ചു പോകും. ശ്രീകാന്ത് കൗൺസിലിങ്ങിന് പോയ ഡോക്ടർ കൊടുത്ത ബുക്കൊക്കെ വായിച്ച് സുജിയോട് കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവർ തമ്മിൽ മാനസികമായി അടുക്കുന്നില്ല. ഓഫീസിൽ ശ്രീകാന്ത് ഒട്ടും ഹാപ്പിയല്ല. അവിടെ ഉള്ള ചെറുപ്പക്കാർ കുട്ടികളോടൊപ്പം ഒത്തുപോകാൻ സാധിക്കുന്നില്ല. ഒരു ദിവസം ശ്രീകാന്ത് ഓഫീസ് വിട്ടിറങ്ങുമ്പോൾ ഒരു ജേർണലിസ്റ്റ് വന്ന് കരീം ഭട്ടിനെ കൊന്നത് ഇന്ത്യൻ സെക്യൂരിറ്റി ഓഫീസേഴ്സ് ആണെന്ന് കേൾക്കുന്നു. അതേക്കുറിച്ച് എന്തെങ്കിലും അറിയുമോ എന്ന് ചോദിക്കുന്നു. ഇനി മേലാൽ ഇത്തരം ക്വസ്റ്റ്യൻസുമായി ഇവിടെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അയാളെ ഓടിക്കുന്നു. ശ്രീകാന്ത് ടാസ്കിലെ ഓഫീസർ ശർമ്മ സാറിനോട് ഇതേപ്പറ്റി പറയുന്നുണ്ട്. ചെന്നൈയിൽ സുബ്ബുവിനെ കോർട്ടിൽ കൊണ്ടുവരുന്നു. അവിടെ സാജിദ് വരുന്നു. ഒരു സ്കൂട്ടറിൽ ബോംബ് ഫിറ്റ് ചെയ്ത് പൊട്ടിത്തെറിക്കുന്നു. സുബ്ബു അവിടെ കൊല്ലപ്പെടുന്നു. തമിഴ്നാട്ടിൽ അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ലണ്ടനിൽ ഭാസ്കരൻ ഇതറിഞ്ഞ് ഒരുപാട് വിഷമിക്കുന്നു. തമിഴർ ഇന്ത്യൻ PM മിസസ് ബസുവിനെയാണ് ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നത്. ലണ്ടനിൽ മേജർ സമീർ ഭാസ്കരനെ കാണാനെത്തുന്നു. ബ്രദർ മരിച്ചതിൽ ആശ്വസിപ്പിക്കുന്നു. ഇന്ത്യൻ PMനോട് പ്രതികാരം തീർക്കാൻ ഹെൽപ്പ് ചെയ്യാമെന്നും പറയുന്നു. ഭാസ്കരൻ ചെന്നൈയിലുള്ള സെൽവ എന്ന ഒരാളെ വിളിക്കുന്നു. നമ്മുടെ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുന്നു. അതിനായി ഒരാളെ അങ്ങോട്ട് അയക്കുന്നു എന്നും പറയുന്നു. ചെന്നൈയിൽ രാത്രി രാജി ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അവളെ ബസ്സിൽ വെച്ച് ശല്യപ്പെടുത്തുന്ന ആൾ അന്നും വരുന്നു. അവൾ ഇറങ്ങിയ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങി പിറകെ ചെല്ലുന്നു. വഴിയിൽ ആരുമില്ലാത്ത ഒരിടത്തെത്തുമ്പോൾ അവളെ കയറി പിടിക്കുന്നു. രാജി അയാളെ ഇടിച്ച് താഴെയിട്ട് വീട്ടിലേക്ക് പോകുന്നു. ന്യൂസിൽ തമിഴ് ലീഡർ ഭാസ്കരൻ റിസൈൻ ചെയ്തതായി പറയുന്നു. അവരുടെ 40 വർഷമായ ഓർഗനൈസേഷൻ ഇനി നിലനിൽക്കുമോ എന്നതിന് ഉറപ്പില്ല എന്നും പറയുന്നു. ആ ന്യൂസ് കേട്ട് അസ്വസ്ഥയായ രാജി പെട്ടിയിൽ നിന്നും അവളുടെ യൂണിഫോം എടുത്തിട്ട് കണ്ണാടിയിൽ നോക്കുന്നു. രാജിയും ഈ ഓർഗനൈസേഷൻ്റെ മെമ്പറാണ്. തങ്ങളുടെ ലീഡർ രാജിവെച്ചുവെന്നും ഇനി ഈ ഓർഗനൈസേഷൻ ഇല്ല എന്നും അറിഞ്ഞപ്പോൾ അവൾ സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ പോകുന്നു. പെട്ടെന്ന് അവൾക്ക് കോൾ വരുന്നു. അത് സെൽവയായിരുന്നു.
ഭാസ്കരൻ വിളിച്ചിരുന്നു. നമ്മുടെ തമിഴ്നാടിന് വേണ്ടിയുള്ള മിഷന് റെഡിയാവാൻ പറഞ്ഞു എന്ന് പറയുന്നു. ജോലി റിസൈൻ ചെയ്ത് പ്രിപ്പയർ ആയിരിക്കാനും സെൽവ അവളോട് പറയുന്നു.